ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ഒരു ഇടിച്ചക്ക മസാലയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഇടിച്ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറി നമുക്ക് വീട്ടിൽ സാധാരണ ഉള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നല്ലൊരു ചപ്പാത്തി കറി ഉണ്ടാക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അധികം അധ്വാനമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ഇടിച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇടിച്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന ഇടിച്ചക്ക ഇതുപോലത്തെയാണ്. ഇപ്പോൾ ഇതിനേക്കാൾ ഇളമായിട്ടുള്ള ഇടിച്ചക്ക നിങ്ങൾക്ക് കിട്ടിച്ചാൽ അതാണ് നല്ലത്. അപ്പോൾ എത്രയും നമുക്ക് ടെൻഡറായിട്ട്, അതായത് ആ ആയി വരുന്ന സമയത്തുള്ള ഇടിച്ചക്കയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇതിന് കുരുവൊന്നും ഇങ്ങനെ വല്ലാതെ പാകമാവാൻ പാടില്ല കേട്ടോ. കുരുവൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെന്തു പോകണം. അതുപോലെ തന്നെ ആ കുരുവിൻ്റെ പുറമെ ഒരു ലെയർ ഉണ്ടാവുമല്ലോ, കുരുവിൻ്റെ എന്താ പറയുക, ചക്കയുടെ ആ കുരുവിൻ്റെ പുറമെ കുറച്ചൊരു കട്ടിയുള്ള ഒരു തൊലി ഉണ്ടാവുമല്ലോ. ആ തൊലിയൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ ആയി വരുന്നൊരു സമയമാവും. അതൊന്നും കട്ടി ഉണ്ടാവാൻ പാടില്ല. കട്ടി ഉണ്ടായാൽ നമ്മൾ കഴിക്കുമ്പോൾ അത് അണ്ണാക്കിലൊക്കെ ചെന്നിട്ട് പിടിക്കും. അപ്പം അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ചകിണിയായാലും എല്ലാം ഇങ്ങനെ ആയി വരുന്ന ആ ഭാഗം, ആ ഒരു ടൈം, ആ സമയത്തുള്ള ഇടിച്ചക്കയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അതായത് ടെൻഡറായിട്ടുള്ള ഇടിച്ചക്ക തന്നെ മൂത്തതാവാൻ പാടില്ല. അതിൽ തന്നെ നല്ല ടെൻഡറായിട്ട് ഇളമായിട്ടുള്ള ഇടിച്ചക്ക എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒക്കെ അങ്ങനെ ആയി വരാനേ പാടുള്ളൂ. കുരുവൊന്നും വല്ലാതെ അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ കുരു വളരെ സോഫ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതിനേക്കാൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ടെൻഡറായിട്ടുള്ളത് കിട്ടിച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചകിണി, മടൽ, അതൊക്കെ നമ്മൾ ആ കറി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വെന്ത് ആ മസാലയൊക്കെ ആയിട്ട് യോജിച്ച് പോകണമെങ്കിൽ നല്ല അങ്ങനെ ആ ആയി വരുന്ന പ്രായത്തിലുള്ള ആ ഒരു ഇടിച്ചക്കയാണ് ഇതിന് പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്ക ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുത്ത്. കാരണം കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുക, പിന്നെ അത്രയും എണ്ണ വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്ത്. ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ വറുക്കുക, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ. അപ്പോൾ ഈ ചക്ക വറുത്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു 95% ഇതിൽ തന്നെ കിടന്നിട്ട് കുക്കായിക്കോളും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചക്ക വേണം തിരഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് തന്നെ വെന്തോളും, അത് ഫ്രൈ ആവുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കറിക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടുക. പിന്നെ ഈ വറക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറക്കുന്നത്. ഫ്ലെയിം കുറയ്ക്കരുത്. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം എണ്ണ കുടിക്കാതെ വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അത് ഒരു 95%, അതായത് ഒരു 95% ഇത് വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് കറി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ്. പിന്നെ അതിങ്ങനെ വറുത്താലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുക്കറിൽ ഉണ്ടാക്കുന്ന ഇടിച്ചക്കയുടെ മസാലക്കറി ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല കറിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവർ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, ചപ്പാത്തി കറികൾ എന്നുള്ളതിൽ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ വെക്കുക വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വറുത്ത ബാക്കിയുള്ള എണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ സവാള ചേർക്കുക. കാരണം ഇതിൽ ആ മസാല ഇങ്ങനെ ചക്കയുടെ മീതെ പുരണ്ടിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സവാള നല്ല വേണം. സവാളയും വേണം, തക്കാളിയും വേണം. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊരു 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ചേർക്കുക. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി. ഞാനിതിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 10-12 വളരെ ചെറിയ അല്ലി കേട്ടോ, ഒരു 10-12 ചെറിയ വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂട്ടി ചതച്ചാൽ നിങ്ങൾക്ക് നല്ല പേസ്റ്റ് പോലെ ചതച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് പൊടികൾ, അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതും കൂടി ചേർത്തിട്ട് ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയാണ്, നല്ല പഴുത്ത ഒരു 3 തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. 3 ഒരു മീഡിയം സൈസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ തക്കാളിയുടെ പുളി ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന തക്കാളി കുറേ വല്ലാതെ പുളിയുള്ളതാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കുറയ്ക്കണം. പക്ഷേ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ തക്കാളി കുറച്ച് കൂടുതൽ ചേർക്കും. അതാണ്, അതായത് നമ്മൾ ഉള്ളിയേക്കാൾ കൂടുതൽ പിന്നെ തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്, കുറച്ചധികം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു തക്കാളി നല്ല പഴുത്തത്, ഇതധികം പുളി ഇല്ലാത്ത തക്കാളിയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു 3 എണ്ണം എന്തായാലും ചേർക്കുന്നുണ്ട്. 3 മുതൽ 4 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. തക്കാളി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 4 വരെയൊക്കെ ചേർക്കാം. പക്ഷേ അധികം പുളി ഇല്ലാത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. പുളി ഉണ്ടെങ്കിൽ പിന്നെ കറിക്ക് വല്ലാതെ പുളി കൂടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് ആ എണ്ണ ഒന്ന് തെളിയണം നന്നായിട്ട്. അപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് സൈഡിലൊക്കെ തന്നെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ 2 സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര് ഒഴിക്കണം. തൈരിന് ഒട്ടും പുളി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ കറിക്ക് പുളി കൂടും. അപ്പോൾ ഞാൻ നല്ല കട്ട തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിം ആക്കിയിട്ട് മാറ്റുക. അതിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറവിൽ വെച്ചിട്ട് വേണം തൈര് ചേർക്കാൻ. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചു. ആ തൈര് നന്നായിട്ട് വെന്തിട്ട് ആ തൈരിൻ്റെ ആ മണമൊക്കെ, ആ പച്ചമണമൊക്കെ മാറിയിട്ട് എണ്ണ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്നിങ്ങനെ കിനിഞ്ഞു വരാൻ തുടങ്ങും. അങ്ങനെ കുറേ അങ്ങനെ ഡ്രൈ ആക്കണ്ട. കാരണം നമ്മൾ ചക്ക ഇത് കൂടെ വറുത്തതും കൂടി ഇട്ടിട്ട് പിന്നെ അതിങ്ങനെ എന്താ പറയുക, ആ മസാല ഇതിനോട് കൂടെ ഇങ്ങനെ കവർ ചെയ്ത രീതിയിലാവണം. അപ്പോൾ മസാല ചക്കയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ മസാല നന്നായിട്ട് പുരണ്ടിരിക്കുന്ന ഒരു പരുവത്തിൽ, എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് എണ്ണ തെളിയുമ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ആ മസാല ഒന്ന് അതിൻ്റെ മീതെ പിടിക്കാൻ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഒഴിച്ചതൊക്കെ ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ കണ്ടില്ലേ, ആ മസാലയൊക്കെ അതിൻ്റെ മീതെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ആ വെള്ളം ഒഴിച്ചാൽ ആ മസാലയൊക്കെ ഒന്ന് ലൂസാവും. എന്നിട്ട് പിന്നെ ചക്കയുടെ മീതയ്ക്ക് ആ മസാല പിടിച്ചിട്ട് പിന്നെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാണ്ട്, അപ്പോഴാണ് അതിന് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല, ഇത് ഗരം മസാല ഇല്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. എന്നാലും ഞാൻ ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. നമുക്ക് എത്ര വേണ്ട വെച്ചാൽ ഗരം മസാല കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഗരം മസാല ചേർത്തിട്ട്. അധികം നേരം വേണ്ട. അപ്പോൾ അവസാനം കുറച്ച് മല്ലിയില വിതറുക, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക. അപ്പോൾ ഇടിച്ചക്ക മസാല റെഡിയായി. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്